ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 15 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതീ. തത്ര ഏവം സതി, അത് അങ്ങനെയായിരിക്കെ, അതായത് ഏത് കർമ്മത്തിനും 5 ഘടകങ്ങൾ വേണമെന്നിരിക്കെ, യ തു യാതൊരാൾ, അകൃതബുദ്ധിത്വാത് വികലമായ ബുദ്ധി കാരണം അഥവാ മൂഢത്വം കാരണം, കേവലം ആത്മാനം സ്വയം നിസ്സാരനായ തന്നെ തന്നെ, കർത്താരം കർത്താവായി, അതായത് എല്ലാറ്റിൻ്റെയും കർത്താവായി, പശ്യതി കാണുന്നുവോ, ദുർമതി സ ദുർബുദ്ധിയായ അയാൾ അഥവാ മൂഢബുദ്ധിയായ അയാൾ, ന പശ്യതി യാഥാർത്ഥ്യം കാണുന്നില്ല, കർമ്മരഹസ്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നില്ല. ഏത് കർമ്മത്തിനും 5 ഘടകങ്ങൾ വേണമെന്നിരിക്കെ, ഏതൊരാൾ വികലമായ ബുദ്ധി കാരണം അഥവാ തൻ്റെ മൂഢത്വം കാരണം സ്വയം നിസ്സാരനായ താൻ തന്നെയാണ് എല്ലാറ്റിൻ്റെയും കർത്താവ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, മൂഢബുദ്ധിയായ അയാൾ യഥാർത്ഥ കർമ്മരഹസ്യത്തെ അറിയുന്നില്ല, യാഥാർത്ഥ്യത്തെ കാണുന്നില്ല. ഏത് കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിനും മുൻപ് പറഞ്ഞ 5 ഘടകങ്ങൾ കൂടിയേ തീരൂ എന്നിരിക്കെ, താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം കർത്തൃത്വം തനിക്ക് മാത്രമാണ്, താനാണിതെല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നവൻ മൂഢബുദ്ധിയാകുന്നു. ജീവാത്മാവിന് സ്വയം ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയില്ല. ഒരു ജീവിക്കും ആ ജീവാത്മാവിന് സ്വയമായി ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയില്ല എന്ന സത്യം ഈ മൂഢബുദ്ധിയായ ആൾ മനസ്സിലാക്കുന്നില്ല. ജീവാത്മാവിന് വസിക്കുവാൻ ഒരു ശരീരം വേണം, കർമ്മങ്ങൾ ചെയ്യുവാൻ ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങൾ വേണം. ആ ഇന്ദ്രിയങ്ങളുടെ ചലനങ്ങളിലൂടെയാണ് അഥവാ ചേഷ്ടകളിലൂടെയാണ് കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത്. അതുപോലെ ഏതൊരു കർമ്മവും പൂർത്തീകരിക്കണമെങ്കിൽ ഈശ്വരേച്ഛയും വേണം. ഈ 5 ഘടകങ്ങളും ചേർന്നെങ്കിൽ മാത്രമേ കർമ്മം പൂർത്തിയാവുകയുള്ളൂ. അതാണ് കർമ്മരഹസ്യം എന്ന് പറയുന്നത്. അതിന് പകരം എല്ലാം താൻ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നവൻ ഈ കർമ്മരഹസ്യത്തെ മനസ്സിലാക്കാത്ത മൂഢബുദ്ധിയാകുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതായത് എല്ലാവരും ഇത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ചിന്തയിൽ ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് പല ഘടകങ്ങളും ചേർന്ന്, ഈശ്വരേച്ഛയും ചേർന്നാണ് ഓരോ കർമ്മങ്ങളും പിറവിയെടുക്കുന്നത്. അതാണ് കർമ്മരഹസ്യം, അതാണ് സത്യം. ആ സത്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒരിക്കലും ആ ഞാനെന്ന ഭാവം, താൻ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഭാവം ഒരുവനിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടായാൽ അയാൾ മൂഢബുദ്ധിയാകുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.